സ്വർഗം താണിറങ്ങി മാതാവിൻ മടിയിലുറങ്ങി വാനിലെ താരകൾ വിസ്മയമോടതു നോക്കി വാനിലെ താരകൾ വിസ്മയമോടതു നോക്കി സ്വർഗം താണിറങ്ങി മാതാവിൻ മടിയിലുറങ്ങി വാനിലെ താരകൾ വിസ്മയമോടതു നോക്കി വാനിലെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന സ്ഥാനം നമ്മുടെ ഈ രണ്ടു വാക്ക് ആശംസകൾ വന്നപ്പോൾ ഒത്തിരി സന്തോഷമായി. മനോഹരമായിട്ട് അലങ്കാരങ്ങളും സ്റ്റേജും എല്ലാം ക്രമീകരിക്കപ്പെട്ട് കഴിഞ്ഞ് ബേബി ഇവിടെ ഉണ്ടോ? ബേബി വന്നിട്ടുണ്ടോ? ഇന്നെത്തും. കുടുംബനാഥൻ എത്തുള്ളൂ. പക്ഷെ എന്നാലും വളരെ മനോഹരമായിട്ട് ഈ കുടുംബവും അല്ലെങ്കിൽ നമ്മുടെ യൂണിറ്റ് ഭാരവാഹികൾ നമ്മളെല്ലാവരും ഒത്തിരി പരിശ്രമിച്ചിട്ടുണ്ട് ഇത് മനോഹരമാക്കാൻ. ആദ്യമേ തന്നെ ഈ കുടുംബം ഇത് ഏറ്റെടുക്കുകയാണ്. എല്ലാവരും അച്ഛന് നല്ലൊരു കയ്യടി. 1000 പുൽക്കൂട്ടിൽ ഉണ്ണി പിറന്നാലും നിന്റെ ഹൃദയത്തിൽ ഉണ്ണി പിറക്കുന്നില്ലെങ്കിൽ ഈ ക്രിസ്മസ് കൊണ്ടും നിന്റെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഒരു നേട്ടവുമില്ല എന്ന് ഞാൻ പറയുന്ന വാക്കുകളല്ല, എല്ലാ കൊല്ലവും കൃത്യമായിട്ട് നമ്മുടെ അച്ഛന്മാര് പ്രസംഗത്തിന് പറയുന്ന വാക്കുകളാണ്. പിന്നെ ജിനോ അവര് എഞ്ചിനീയർ കൂടി ആയതുകൊണ്ട് സ്വന്തം ഭാവനയിലുള്ള കുറെ കാര്യങ്ങൾ കൂടി ഉണ്ട്. അപ്പൊ ഇന്നലെ തൊട്ട് പ്ലാൻ ചെയ്യാണ്, നിങ്ങൾ വരണം അതുണ്ട് ഇതുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരിക്കുകയാണ് പരിശുദ്ധ അമ്മയെ പോലെ. അപ്പൊ നമുക്ക് ക്രിസ്മസ് ദിനത്തിൽ കാണുന്നത് പോലെ അടുത്തതായിട്ട് കാണാം. ക്രിസ്തുരാജ് യൂണിറ്റിലെ ക്രിസ്തു ജനിക്കും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. ഇവിടെ വികാരിച്ച സിസ്റ്റേഴ്സ്, പിന്നെ അധ്യക്ഷത അലങ്കരിക്കുന്ന മറ്റു ഭാരവാഹികളെ, തിരുക്കുടുംബം, ആദ്യമായി തന്നെ എല്ലാവർക്കും ഞാൻ ക്രിസ്മസിന്റെയും പുതുവത്സരത്തിന്റെയും ആശംസകൾ നേരുന്നു. ഞാൻ അങ്ങനെ ആരും ഇപ്പൊ കുറെ അധികം സന്ദേശമൊക്കെ കേട്ടു. ഇനിയിപ്പോ സന്ദേശം വലിയ സന്ദേശം എന്ന് പറഞ്ഞാൽ ആരും ബോറടിപ്പിക്കല്ല. അതായത് ചെറിയൊരു കാര്യം മാത്രമേ ഉള്ളൂ. എളിയവനായ ക്രിസ്തു ജനിക്കാൻ അദ്ദേഹത്തിന് കുറെ അധികം കൊട്ടാരവും കാര്യങ്ങളൊക്കെ ഉണ്ടായി. രാജാവാണ്. ക്രിസ്തുരാജ കുടുംബത്ത് യൂണിറ്റ് അംഗങ്ങൾക്ക് ആശംസകളൊക്കെ പറയുന്നില്ല, ബാക്കി എല്ലാവർക്കും ആശംസകൾ ഞാൻ നേർന്നോളൂ. എന്താണ് ക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ച് നമ്മൾ ഒരുങ്ങിയിരിക്കാൻ വേണ്ടിയാണ് ഇപ്പൊ എല്ലാ യൂണിറ്റുകളിലും ക്രിസ്മസിന്റെ ഈ യൂണിറ്റുകൾ നടത്തുന്നത്. ഈ യൂണിറ്റുകളിൽ 8 യൂണിറ്റ് കഴിഞ്ഞു. വേദിയിൽ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന സ്റ്റാൻലി പുലോക്കാരൻ, സ്നേഹ ബഹുമാനപ്പെട്ട വികാരി ജോഷിച്ചൻ, ചാറ്റി ഗവൺമെന്റ് മദർ സുപ്പീരിയർ സിസ്റ്റർ ചാൾസ്, സാന്ത്വനഗറിലെ വാനമ്പാടി സിസ്റ്റർ ലിസ്വി, നമ്മുടെ വൈസ് ചെയർമാൻ ജിനോ പുല്ലേരി, സ്നേഹ ബഹുമാനപ്പെട്ട അച്ഛ, സിസ്റ്റേഴ്സ്, കുടുംബ യൂണിറ്റ് ഭാരവാഹികളെ, എല്ലാവർക്കും ക്രിസ്മസിന്റെയും പുതുവത്സരത്തിന്റെയും മംഗളങ്ങൾ നേർന്നുകൊള്ളുന്നു. കൃഷ്ണവേദിയിലെ ബഹുമാന്യരായ വ്യക്തിയുടെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ, ക്രിസ്മസിനെയും കുറിച്ചും നവവത്സരത്തെക്കുറിച്ചും പറയുന്നതിന് മുമ്പ് നമ്മുടെ 9 യൂണിറ്റുകളിൽ നടന്ന 9ാമത്തെ യൂണിറ്റായി ഇവിടെ നടക്കുന്ന അതിമനോഹരമായ ക്രിസ്മസ് ആഘോഷങ്ങളെക്കുറിച്ച്
ഒരു വാക്ക് പറയണമെന്ന് എനിക്ക് ആഗ്രഹിക്കുന്നു. തിളങ്ങി നിൽക്കുന്ന അനേകം നക്ഷത്രങ്ങളുണ്ട്, താരങ്ങളുണ്ട്. ആ നക്ഷത്രങ്ങളെ തിരിച്ചറിയാതെ അവർ പുറകെ പായുന്ന യുവതിയുവാക്കളുണ്ട്. ആ നക്ഷത്രങ്ങളെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നാം നൈരാശ്യത്തിലേക്ക് വിഭജിക്കും, വേദനിക്കും. സ്വർഗം താണിറങ്ങി മാതാവിൻ മടിയിലുറങ്ങി വാനിലെ താരകൾ വിസ്മയമോടതു നോക്കി വാനിലെ താരകൾ വിസ്മയമോടതു നോക്കി സ്വർഗം താണിറങ്ങി മാതാവിൻ മടിയിലുറങ്ങി വാനിലെ താരകൾ വിസ്മയമോ സ്നേഹത്തിൻ ഭാവം കൊണ്ടുള്ളൂരിറച്ച് നീങ്ങുന്ന ഫാദറല്ലേ സാൻജോ നഗരി നിന്നഭിമാനമായി കാണുന്ന സൂര്യമല്ലേ സ്നേഹത്തിൻ ഭാവം കൊണ്ടുള്ളൂരിറച്ച് നീങ്ങുന്ന ഫാദറല്ലേ സാൻജോ നഗരി നിന്നഭിമാനമായി കാണുന്ന സൂര്യമല്ലേ ഈ നാളിൽ ഏകമൊന്നായി പ്രാർത്ഥന തന്മകനുകളാൽ ജൂബിലി ഗാനം ഈ നാളിൽ ഏകമൊന്നായി പ്രാർത്ഥന തന്മകനുകളാൽ ജൂബിലി ഗാനം സ്നേഹത്തിൻ രൂപമല്ലേ നന്മതൻ നിറകുടമല്ലേ ഇന്ന് നമ്മുടെ യൂണിറ്റിലെ ഏറ്റവും സീനിയർ മോസ്റ്റ് മെമ്പർ മറിയത്ത് ചേച്ചിയെ ക്ഷണിച്ചോളൂ. ആ ക്രിസ്മസിലെ ആഘോഷങ്ങൾക്കായി ഒത്തുചേർന്നിരിക്കുന്ന ഈ അവസരത്തിൽ ആദ്യമായി തന്നെ ദൈവത്തിന് നന്ദി പറയുന്നു. എല്ലാവർക്കും ഇതുപോലെ ഒത്തുകൂടാനും എല്ലാം ഏറ്റവും ഭംഗിയായി തന്നെ നടത്താനും അനുഗ്രഹിച്ച ദൈവത്തിന് നന്ദി പറയുന്നു. സ്വർഗം താണിറങ്ങി മാതാവിൻ മടിയിലുറങ്ങി വാനിലെ താരകൾ വിസ്മയമോടതു നോക്കി വാനിലെ താരകൾ വിസ്മയമോടതു നോക്കി സ്വർഗം താണിറങ്ങി മാതാവിൻ പവിഴകാന്തിയോടെ അഴകു ചാർത്തി വന്നുദിച്ച ദിവ്യതാരമേ ലോകപാപമെല്ലാം തോളിലേറ്റിടാന എളിമയോടെ ജാതനായ മഹിമ സ്നേഹമേ Forgiveness is the way. Don't let your spirit say forgiveness is the way. Forgive. നിലവിളക്കുകൾ തെളിഞ്ഞൊരു മാനം നിന്റെ മുഖം കണ്ടു കൊതിച്ചുപോയി മുഖം നിനക്കിരിക്കുവാനൊരുങ്ങി എന്നുള്ളം ഇനിയെന്നും നിലവിളക്കുകൾ തെളിഞ്ഞൊരു മാനം നിന്റെ മുഖം കണ്ടു കൊതിച്ചുപോയി മുഖം നിനക്കിരിക്കുവാനൊരുങ്ങി എന്നുള്ളം
പുത്തിരി പുഞ്ചിരിച്ചപ്പോ കമ്പിത്തിരി വന്നാവോ മനസ്സെ ആസ്വദിക്കൂ ആവോളം സ്വർഗത്തിൽ സന്തോഷം വന്നെത്തി മണ്ണിൽ എല്ലാവർക്കും ആനന്ദം മണ്ണിൽ എല്ലാവർക്കും ആനന്ദം താമരനൂലിനാൽ മെല്ലെ എൻ മേനിയിൽ തൊട്ടു വിളിക്കൂ. നൃത്തഗീതികളെന്നും ഉണരുന്ന വേദിയിൽ കൃഷ്ണമിഴി കളിതാതിടു നീ വിസ്മയത്തെ കഞ്ചുകമിളകുന്ന ലാസ്യ നടനം കാണാൻ വിശ്വദിക്കുകളിതാ എൻ മുന്നിൽ അണയും നീ കണ്ണും കണ്ണും കാത്തിരുന്നു മണ്ണിലൊരു പൈകളിലായി കാതോടു കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന് കാതോടു കാതോരം കേട്ടിരുന്നു വിരലൊന്നില്ലെങ്കിലും വീരനല്ലെങ്കിലും ഭർത്താവു നിങ്ങൾ മതി ഒരു മുഴം തുണി വാങ്ങി തന്നാ മതി വിരലൊന്നില്ലെങ്കിലും വീരനല്ലെങ്കിലും ഭർത്താവു നിങ്ങൾ മതി ഒരു മുഴം തുണി വാങ്ങി തന്നാ മതി. ചെയ്തൊരു ഗെയിം ലാസ്റ്റായിട്ട് ചെയ്യാൻ കാരണം ഈ പ്രാവശ്യം നമ്മൾ ഈ ഗെയിം ചെയ്യിക്കുന്ന ആൾക്ക് ഗോഡ് സൈസ് എണീറ്റ് നോക്കോ, സംശയിക്കാൻ പാടില്ല. ഗോഡ് സൈസ് ഇരിക്കോ, ഗോഡ് സൈസ് ഗോഡ് സൈസ് ഇടത് കൈ പൊക്കോ. ആണോ ഇടത് കൈ പൊക്കിയാണേ? പാടില്ല. വിശന്നിട്ട് പാടില്ല, അപ്പാപ്പന് വിശന്നിട്ട് പാടില്ല. മക്കളെ, പൊന്നു മക്കളെ, അപ്പാപ്പന് വിശന്നിട്ട് പാടില്ല. വിശന്നിട്ട് പാടില്ല. ഓ, നന്ദി, ദൈവത്തിന് നന്ദി. ayo pada ngetok aja. Yes,
ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും